നമ്മുടെ നാട്ടിൽ സമ്മർ അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ എ സി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ പലർക്കും അറിയില്ല എങ്ങനെയാണ് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എ സി മേടിക്കേണ്ടത്, അവരുടെ റൂമിനനുസരിച്ച് എങ്ങനെ എ സി ചൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഏതാണ് ബെസ്റ്റ് ബ്രാൻഡ്, അതുപോലെ തന്നെ ഏത് സ്റ്റാറിലുള്ള ഇപ്പോൾ 3 സ്റ്റാർ 2 സ്റ്റാർ 5 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഏത് സ്റ്റാറിലുള്ള എ സി ആണ് ബെറ്റർ എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അതായത് ഒരു എ സി ബൈയിങ് അല്ലെങ്കിൽ ഒരു എ സി പർച്ചേസിങ് ഗൈഡാണ് ഈ ഒരു വീഡിയോ. അപ്പൊ അവസാനം വരെ കാണാം, നിങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പിക്ക് ചെയ്തിട്ടുള്ള എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് എ സി ബ്രാൻഡുകളും പറയുന്നുണ്ട്. അതിന്റെയൊക്കെ ഫീച്ചേഴ്സും ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. എന്തുകൊണ്ട് എ സിനെ കുറിച്ച് ഇത്രയും കാര്യമായിട്ട് എനിക്കറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ട് ഈ എ സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം എ സിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എ സി സൗണ്ട് ഉണ്ടാക്കും. എ സി ഇട്ട് കഴിഞ്ഞാൽ ഒരു സൗണ്ട് വരും. ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റുഡിയോയിൽ അതൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഏറ്റവും സൗണ്ട് കുറഞ്ഞതും ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്, കാരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഷൂട്ട് പരിപാടികളായതുകൊണ്ട് തന്നെ ഒരുപാട് എ സി കൺസപ്ഷൻ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ ഏകദേശം 7ഓളം എയർ കണ്ടീഷണേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ എക്സ്പീരിയൻസും കൂടി കൂട്ടിച്ചേർത്താണ് ഈ ഒരു വീഡിയോ. സ്റ്റെപ്പ് 1, നിങ്ങളുടെ റൂം എത്ര സൈസ് ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളുടെ റൂം 120 സ്ക്വയർ ഫീറ്റിനും 200 സ്ക്വയർ ഫീറ്റിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 ടൺ എ സി വേണം. ഇനി 200 സ്ക്വയർ ഫീറ്റ് മേളിലുള്ള റൂമാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ടൺ എ സി വേണം. ഇപ്പോൾ 200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമിൻ്റെ അകത്ത് നിങ്ങൾ 1 ടണ്ണിന്റെ എ സി മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ആ എ സിക്ക് ആ റൂം മൊത്തം തണുപ്പിക്കാനുള്ള പവർ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് ഓവർ പണിയെടുക്കും, അതിന്റെ കംപ്രസർ അടിച്ചു പോവും, അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കില്ല. അപ്പോൾ നിങ്ങളുടെ റൂമിനനുസരിച്ചുള്ള എ സി വേണം പ്രോപ്പർലി സെലക്ട് ചെയ്യാൻ. ഇതൊരു നോൺ നെഗോഷ്യബിൾ ആണ്, ഇതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിരിക്കുക. ഇനി എന്താണ് ഈ എ സിക്കകത്തുള്ള സ്റ്റാർ വാല്യൂ, അതായത് 3 സ്റ്റാർ 5 സ്റ്റാർ. ഒരു 5 സ്റ്റാർ ഉള്ള എ സി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 20 മുതൽ 25% കുറച്ച് പവർ മാത്രമേ കൺസ്യൂം ചെയ്യുള്ളൂ. ഒരു വർഷത്തേക്കുള്ള കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1200 രൂപ മുതൽ 2500 രൂപ വരെയുള്ള വ്യത്യാസം, പെർ യൂണിറ്റ് വ്യത്യാസം നമുക്കുണ്ടാവും. ഈ ഒരു പ്രൈസ് ഞാൻ പറഞ്ഞില്ല, 1500 2500 എന്ന് പറയുന്നത്, അത് നിങ്ങൾ എത്രത്തോളം യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ച് കൂടി കുറഞ്ഞിരിക്കും. ഇതാണ് ആ ഒരു പെർസെൻറ്റേജ്. 20 to 25% കുറവായിരിക്കും നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ. അപ്പോൾ ഒരുപാട് കറണ്ട് ബില്ല് നമുക്ക് ലാഭിക്കാൻ പറ്റും. 3 സ്റ്റാർ എടുക്കുന്നേക്കാളും 5 സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി ഇറ്റ്സ് ഓൾ അബൌട്ട് എനർജി കൺസംഷൻ. അതായത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് എനർജി യൂസ് ചെയ്യുന്ന എയർ കണ്ടീഷണേഴ്സ് ആയിരിക്കും ഈ 5 സ്റ്റാർ എ സീസ്. 5 സ്റ്റാർ ഉള്ള എ സിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 മോഡലുണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒന്ന് LGയുടെ ഒരു 1 ടൺ 5 സ്റ്റാർ എ സി, ഏകദേശം 33,990 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. രണ്ടാമത്തത് വോൾട്ടാസിന്റെ 1 ടൺ എ സി 5 സ്റ്റാർ ആണ്. അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,990 രൂപയാണ്. ഇനി 3 സ്റ്റാറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ബ്ലൂ സ്റ്റാറിന്റെ 1 ടൺ 3 സ്റ്റാർ എ സി, ഏകദേശം 27,990 രൂപയാണ് വരുന്നത്. പിന്നെ ലോയിഡിന്റെ 1 ടൺ 3 സ്റ്റാർ എ സി ഉണ്ട്, ഏകദേശം 26,990 രൂപയാണ് വരുന്നത്. ഹയറിന്റെ 1 ടൺ എ സി ഉണ്ട്, അതും 3 സ്റ്റാർ തന്നെയാണ്, 24,990 രൂപ. ഓരോ ബ്രാൻഡിനനുസരിച്ച് ഈ പ്രൈസ് കൂടി കുറഞ്ഞൊക്കെ നിൽക്കും. നിങ്ങൾ ഡെയിലി എ സി ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 5 സ്റ്റാർ എ സിയിലേക്ക് മസ്റ്റ് ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി എ സിയുടെ കാര്യം പറയുന്ന സമയത്ത് പലതവണയായിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് ഇൻവേർട്ടർ എ സി. എന്താണ് ഇൻവേർട്ടർ ടെക്നോളജി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഇൻവേർട്ടർ ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ എ സി കൂളിംഗ് കപ്പാസിറ്റീനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കിട്ടും. അതുപോലെ തന്നെ കംപ്രസർ ലൈഫ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ എ സി ഓവറായിട്ട് എനർജി ഒന്നും കൺസ്യൂം ചെയ്യൂല. ഫോർ എക്സാമ്പിൾ, ചില സമയത്ത് നിങ്ങൾ റൂമിൻ്റെ അകത്ത് എ സി ഇട്ട് കുറേ നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തണുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എ സി ഓഫ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ചൂടെടുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും എ സി ഇടും. ഈ ഒരു ഓൺ ആൻഡ് ഓഫ് സ്ട്രക്ചർ എ സിൻ്റെ കംപ്രസറിൻ്റെ ഭയങ്കര കേടാണ്. അതുകൊണ്ടാണ് ഇൻവേർട്ടർ എ സി ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്തുള്ളത്. അതായത് ഒരുപാട് തണുപ്പാവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂളിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും. ഇതിൻ്റെ സ്മാർട്ടായിട്ടുള്ള ഒരു ഫീച്ചർ അല്ല ഇതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. കംപ്രസറിൻ്റെ ലോങ് ലാസ്റ്റബിലിറ്റിയാണ്. അതായത് കംപ്രസർ കുറേ നാളും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കേടുകളൊന്നും വരില്ല. ഇനി ഏറ്റവും മെയിനായിട്ട് ഒരു എ സിക്കകത്ത് വേണ്ടത് ഹൈ ആംബിയന്റ് കൂളിംഗ്. പലപ്പോഴും ആളുകൾ മിസ് ഔട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു എ സി പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആളുകൾ വലുതായിട്ട് ശ്രദ്ധിക്കാത്തൊരു പാർട്ടാണ് ഇത്. ആക്ച്വലി നിങ്ങൾ ആ എ സിയുടെ മാനുവലോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള ടെമ്പറേച്ചർ, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഡിഗ്രിക്ക് മുകളിലൊക്കെ പോവാം. നമ്മുടെ ഇപ്പോൾ ട്രിവാൻഡ്രം ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 40 ഡിഗ്രിക്ക് മുകളിൽ വരെ നമ്മുടെ ടെമ്പറേച്ചർ പോകും. അപ്പോൾ ഇതിന്
അഡാപ്റ്റബിൾ ആയിട്ടുള്ള എ സി ആയിരിക്കണം നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബ്ലൂ സ്റ്റാറിൻ്റെ എ സി ആണെന്നുണ്ടെങ്കിൽ 52 ഡിഗ്രി സെൽഷ്യസിൽ വരെ സൂപ്പറായിട്ട് കൂളാവുമെന്ന് അവർ പറയുന്നുണ്ട്. ഇനി ഹയറിൻ്റെ ഒരു എ സി ആണെന്നുണ്ടെങ്കിൽ 54 ഡിഗ്രി സെൽഷ്യസിൽ വരെ സൂപ്പറായിട്ട് പെർഫോം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. വോൾട്ടാസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഹൈ ആംബിയൻ കൂളിംഗ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്, പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള ടെമ്പറേച്ചർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എ സി പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഇതേപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ശ്രദ്ധിച്ച് വാങ്ങുക. ഇനി അടുത്ത് ഒരു എ സിക്കകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് കണ്ടൻസർ മെറ്റീരിയൽ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ മെറ്റീരിയലിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ എ സി എത്രത്തോളം നാൾ വർക്കാവും, എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൂളിംഗ് തരുമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കോപ്പർ കണ്ടൻസറാണ്. ഈ കോപ്പർ കണ്ടൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോപ്പർ കണ്ടൻസർ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹീറ്റ് എക്സ്ചേഞ്ചും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള കൂളിങ്ങും ഡ്യൂറബിലിറ്റി ഭയങ്കരമായിട്ട് കൂടുതൽ നമുക്ക് തരുന്നത്. ഇത് വേറെ ഏത് ഒരു മെറ്റൽ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ അലുമിനിയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അലുമിനിയം കണ്ടൻസർ ആണെന്നുണ്ടെങ്കിലൊന്നും ഇത് വർക്കാവില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കോപ്പറിൻ്റെ കണ്ടൻസറാണ്. ഇപ്പോൾ ബ്ലൂ സ്റ്റാർ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 100% കോപ്പർ കണ്ടൻസർ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹീറ്റ് എക്സ്ചേഞ്ചും കൂളിങ്ങും ഡ്യൂറബിലിറ്റി എല്ലാം അടിപൊളിയായിരിക്കും. ഇനി ഹയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഗ്രൂപ്ഡ് ആയിട്ടുള്ള കോപ്പർ പൈപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവർ കംപ്ലീറ്റ്ലി കണ്ടൻസർ കോപ്പറിൽ ഉപയോഗിക്കുന്നില്ലെങ്കിലും അവർ പൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ്? ഹീറ്റ് എക്സ്ചേഞ്ച് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി LG ആണെന്നുണ്ടെങ്കിൽ അവരും ഹൈ ഗ്രൂപ്ഡ് കോപ്പർ പൈപ്പ്സ് ആണ് ഉപയോഗിക്കുന്നത്, ബെറ്റർ ആയിട്ടുള്ള ഒരു ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ട്. സോ ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴും ഒരു എ സി പർച്ചേസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള കണ്ടൻസർ കോപ്പർ ആണോ എന്നുള്ളത് നോക്കുക. കോപ്പർ തന്നെ മാക്സിമം പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ഒരു 2000 രൂപ എക്സ്ട്രാ ആ ഒരു സ്പെസിഫിക് കോപ്പറുള്ള മോഡലിലാവുമായിരിക്കും, ബട്ട് വെർത്തായിരിക്കും. അടുത്ത് കൺവേർട്ടബിൾ മോഡൽസ്. എ സിയിൽ ഏറ്റവും ഒരുപാട് ഇപ്പോൾ എ സി നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു സാധനമായിരിക്കും ഈ കൺവേർട്ടബിൾ ആയിട്ടുള്ള മോഡലുകളുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കൂളിംഗ് മോഡുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന എ സിസിനാണ് കൺവേർട്ടബിൾ എന്ന് പറയുന്നത്. LG നോക്കിക്കഴിഞ്ഞാൽ 6-in-1 ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതായത് റൂമിൻ്റെ അകത്ത് എന്താണോ ടെമ്പറേച്ചർ അതിനനുസരിച്ച് മാക്സിമൈസ് ചെയ്യുകയും മിനിമൈസ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തത് ബ്ലൂ സ്റ്റാറിൻ്റെയും ലോയിഡിൻ്റെയും എ സിയിൽ 5-in-1 കൺവേർട്ടബിൾ മോഡ്സ് ഉണ്ട്. വോൾട്ടാസിൻ്റെ എ സി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 4-in-1 അഡ്ജസ്റ്റബിൾ മോഡ്സ് ഉണ്ട്. സോ ഈ കൺവേർട്ടബിൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വെതർ കണ്ടീഷൻ നോക്കും. അതുപോലെ തന്നെ ഇപ്പോൾ റൂമിൻ്റെ അകത്ത് 3-4 ആളുകൾ ഒരു 200 സ്ക്വയർ ഫീറ്റിൻ്റെ റൂമിനകത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ഒരു എ സി അതിൻ്റെ കപ്പാസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. വളരെ സ്മാർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു എ സി ആണത്. അപ്പോൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ റൂമിനകത്ത് ഒരു 5 പേര് കിടന്നിരിക്കും, തറയിലും കട്ടിലൊക്കെ ആയിട്ട്. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു എ സിക്ക് പുഷ് ചെയ്യാൻ പറ്റണം, കുറച്ചുകൂടി ലിമിറ്റിനപ്പുറത്തേക്ക് പുഷ് ചെയ്യാൻ പറ്റണം. അത് ചെയ്യും. പിന്നെ പുറത്ത് നല്ല മഴയുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂളിങ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എ സീസ് ആണ് ഇത്. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എയർ ഫ്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു എ സി മേടിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഓൺലൈനിലാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ പ്രോപ്പർലി അവർ എഴുതിയിട്ടുണ്ടായിരിക്കും ഈ ഡീറ്റെയിൽസ് ഒക്കെ, അതൊക്കെ വായിച്ചു കൊടുക്കുക. ഇപ്പോൾ എയർ ഫ്ലോയും അതുപോലെ തന്നെ കൂളിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഹയറിൻ്റെ എ സി ആണെന്നുണ്ടെങ്കിൽ അത് 20 മീറ്റർ വരെ എയർ ഫ്ലോ ഉണ്ട് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതായത് സൂപ്പർസോണിക് കൂളിംഗ് മോഡെന്ന് പറഞ്ഞൊരു മോഡ് ഇട്ട് കഴിഞ്ഞാൽ 20 മീറ്റർ വരെ അതിന് എന്താണ് എയർ ഫ്ലോ ഉണ്ട്. ദാറ്റ് മീൻസ് ഭയങ്കര നല്ല തണുത്ത കാറ്റായിരിക്കും. പിന്നെ ലോയിഡിൻ്റെ എ സി നോക്കിക്കഴിഞ്ഞാൽ ടെർബോ കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറുണ്ട്. അതും ആ ഒരു ഫുൾ കപ്പാസിറ്റിയിൽ എയർ ഫ്ലോ വരും. അപ്പോഴാണ് പെട്ടെന്ന് റൂം തണുക്കുന്നത്. പിന്നെ ബ്ലൂ സ്റ്റാർ ആണെന്നുണ്ടെങ്കിലും 4-way സ്വിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എയർ ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമായിട്ടല്ലാതെ എല്ലാ ഭാഗത്തേക്കും കോൾഡ് എയർ അല്ലെങ്കിൽ തണുത്ത കാറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അടുത്ത് എ സിക്കകത്തുള്ള ഫിൽട്രേഷൻ ആൻഡ് ഹൈജീൻ. എൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ഏറ്റവും പെർട്ടിക്കുലറായിട്ട് നോക്കുന്നത്, എനിക്ക് ബാക്കിയെല്ലാം വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ഒരു ഭാഗം ഞാൻ വളരെ കെയർഫുള്ളായിട്ട് നോക്കും. ഞാൻ ഭയങ്കര ഡസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്, എനിക്ക് അലർജീസ് ഒരുപാടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ്. വോൾട്ടാസിൻ്റെ അകത്ത് ഒരു ആൻറ്റി ഡസ്റ്റ് ഫിൽറ്ററും അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബൽ കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ക്ലീൻ ഫംഗ്ഷനും ഉണ്ട്. വോൾട്ടാസിൻ്റെ HCയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ അകത്തുള്ള ഈ ഹൈജീൻ ആൻഡ് ഫിൽട്രേഷൻ ഫീച്ചേഴ്സാണ്. ഡസ്റ്റ് കളയുന്ന ഫിൽറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബൽ ഫിൽറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോ ക്ലീൻ ഫംഗ്ഷനും ഉണ്ട്. ലോയിഡ് എന്ന ബ്രാൻഡും ക്ലീൻ എയർ ഫിൽറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഡൽഹി പോലെയുള്ള ഹൈ പൊല്യൂഷൻ ഏരിയാസ് അല്ലെങ്കിൽ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
നല്ല ഫിൽട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റൂം കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഈ ഡസ്റ്റും പാർട്ടിക്കിൾസും ഒന്നും നിങ്ങളുടെ റൂമിനകത്തേക്ക് കൊണ്ടുവരത്തില്ല. നിങ്ങളൊരു ഐഡിയ മനസ്സിലാക്കണം, ഒരു AC വർക്കാവുന്നത് പുറത്തുള്ള എയറിനെ ഇൻടേക്ക് ചെയ്ത് അതിനെ തണുപ്പിച്ച് നിങ്ങളുടെ റൂമിനകത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ പ്രോപ്പർ ഫിൽറ്റർ ഉണ്ടെങ്കിലേ ആ വരുന്ന എയർ പ്യൂർ ആയിരിക്കും. ഇനി അടുത്തൊരു ഫീച്ചറാണ് വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള ACs. ലൈക്ക് സൂപ്പർ സ്മാർട്ട് ACs ആണ് ഇതെല്ലാം. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോണിൻ്റെ അകത്തുള്ള ആപ്ലിക്കേഷൻസോ വോയിസ് കമാൻഡുകളോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ വീട്ടിൽ വൈകിട്ട് എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് എത്തും. അപ്പോൾ ഇതേക്കും 5 മണിക്ക് മുന്നേ ഒരു 4:30 ആകുമ്പോൾ എൻ്റെ റൂം തണുപ്പിച്ചിടണം എന്ന് സ്കെഡ്യൂൾ ചെയ്യാം. അതുപോലെ തന്നെ വോയിസ് കമാൻഡ് കൊടുത്തിട്ട് നോക്കാം. എനർജി എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ കുറേ ഓട്ടോമേഷൻ ഫീച്ചേഴ്സ് നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള AC ഉണ്ടാവും. അപ്പോൾ വൈഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ നിങ്ങളുടെ AC ഉണ്ടെങ്കിൽ അതൊരു ആഡ് ഓൺ ആണ്. കുറച്ചൊരു സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഓപ്ഷൻസ് നോക്കാം. ഈ പറഞ്ഞ എല്ലാ ACസിനും ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ അകത്തൊക്കെ ഇഷ്ടം പോലെ നോ കോസ്റ്റ് EMI ഓഫേഴ്സ് ഉണ്ട്. 6 മാസത്തെ 9 മാസത്തെ 12 മാസത്തെയും നോ കോസ്റ്റ് EMI ഓഫേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ HDFC, SBI, ICICI പോലുള്ള ബാങ്കുകൾ എക്സ്ട്രാ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എക്സ്ചേഞ്ച് ഓഫർ. അപ് ടു 6000 രൂപ വരെ നിങ്ങളുടെ പഴയ AC കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫറും ഫ്ലിപ്കാർട്ടിൻ്റെ അകത്ത് കിട്ടും. ഇനി മൊത്തത്തിലൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു തരാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള അപ് ഫ്രണ്ട് കോസ്റ്റ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹയറിൻ്റെ 110 AC 3 സ്റ്റാർ നിങ്ങൾക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും അതുപോലെ തന്നെ ബ്രാൻഡ് റിലയബിലിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ സ്റ്റാർ അല്ലെങ്കിൽ നോയിഡിൻ്റെ 3 സ്റ്റാർ AC നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. ലോങ് ടേമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് എനർജി എഫിഷ്യൻറ്റ് മോസ്റ്റ് ഫീച്ചേഴ്സ് ഉള്ള ഒരു AC ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ വോൾട്ടാസിൻ്റെ 5 സ്റ്റാറോ അല്ലെങ്കിൽ LGയുടെ 5 സ്റ്റാർ ACയോ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. എന്തൊക്കെയായാലും മെയിനായിട്ട് നോക്കേണ്ടത് ടണ്ണേജ് ആണ്. നിങ്ങളുടെ റൂമിനനുസരിച്ചിട്ടുള്ള പ്രോപ്പർ ടൺ AC തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ACയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ വിളിപ്പിക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. ഈ സമ്മർ നിങ്ങൾക്ക് ഒരു AC വാങ്ങാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മേക്ക് യൂസ് ഓഫ് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.